ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്, അതും പൊന്മുടിക്കാണ്. സോ അതിന് നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറി ട്രിവാൻഡ്രം സെൻട്രലിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ വേണം പോകാൻ. സോ നമുക്കിത് ട്രെയിനിൽ കയറി അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ബസ്സിൽ പോകാനാണ് ഈസി. സോ അതുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. സോ നല്ലൊരു വെതറാണ്, നല്ലൊരു മോർണിംഗും ആയിരുന്നു. സോ ഇപ്പോൾ ദേവികയും കൂടെ ഉണ്ട്. സോ അവസാനം ട്രെയിൻ വന്നായിരുന്നു. സോ നമ്മൾ അകത്ത് കയറി. വഞ്ചിനാടായിരുന്നു ട്രെയിൻ. സോ അതിൻ്റെ അകത്തൊക്കെ കുറച്ച് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറച്ച് ലിറ്ററലി കുറവായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ട്രെയിനിൽ ട്രിവാൻഡ്രത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഞ്ചനാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മൾ എത്തിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, റെയിൽവേ ബസ് ടെർമിനലിൽ എത്തിയതിന് ശേഷം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഓക്കെ. സോ നമ്മൾ അവിടെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. സോ ഇനി ഇവിടെ നിന്ന് ഓപ്പോസിറ്റാണ് ബസ് ടെർമിനൽ ഉള്ളത്. സോ അവിടെ നിന്ന് കുറച്ചിറങ്ങി നടക്കണം. സോ ഇതാണ് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് ടെർമിനൽ, KSRTC ബസ് ടെർമിനൽ. നമ്മൾ KSRTCയിലാണെന്ന് പൊന്മുടിയിലോട്ട് പോകുന്നത്. സോ അതിനു മുമ്പ് ഒരു ചായയൊക്കെ കൂടി സെറ്റാവാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിക്കാറില്ല, JVക്ക് ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചായ കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ KSRTC ബസ് ടെർമിനലിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ബസ് എത്ര മണിക്കൊന്ന് തിരക്കണം. സോ ഒരു 1.25-2 മണിക്കൂർ കൂടുമ്പോഴാണ് ഇവിടെ ബസ് പോകുന്നത്. സോ ഇതാണ് ആ ഒരു ടെർമിനൽ എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം 5-6-ലുമാണ് പൊന്മുടിക്കുള്ള ബസ്. AC ഇവിടെ KSRTCയിൽ AC-യുടെ ഒരു സെപ്പറേറ്റ് റൂമുണ്ട്. അവിടെ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. സോ പൊന്മുടിക്ക് ബസ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സമയത്ത് 10 മണിയുണ്ട്, 10:30 ആയിട്ടുണ്ട്. 11:10 ഇനി ബസ്സുള്ളൂ. സോ അപ്പോൾ നമ്മൾ അതുവരെ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ പൊന്മുടിയിലോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തവണ ഞാൻ പോയത് ഒരു 10 വർഷം മുമ്പാണ് പോയത്. സോ ആ ഒരു 10 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ദേവികയുണ്ട്. ദേവിക ഇത് എത്ര തവണയാണ്? ദേവിക എത്ര തവണയാണ്? ഫസ്റ്റ് ആണ്. ദേവിക ഫസ്റ്റ് ടൈമാണ് പൊന്മുടിയിൽ പോകുന്നതെന്നാണ് പറയുന്നത്. സമയം എന്തായാലും കണ്ടില്ലേ, 11:10 ഉള്ളൂ. സോ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 11:10 ഒരു 20-25 മിനിറ്റ് ഇതുണ്ട്. കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം KSRTCയിൽ നമ്മൾ ഇത്രയും 55 കിലോമീറ്റർ താണ്ടി വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. അതും ഏകദേശം 2 hours അടുപ്പിച്ച് എന്തായാലും സമയം എടുക്കും അത്രയും അങ്ങ് എത്താൻ. ഫൈനലി 11 മണിയായപ്പോൾ പൊന്മുടിയിലോട്ടുള്ള വേനാട് ബസ് എത്തിയിട്ടുണ്ട്. സോ എന്തായാലും 11:10 ഇത് എടുക്കുന്നത്. സോ നമുക്കെന്തായാലും കയറി സീറ്റ് പിടിക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യം വാതിൽ തുറന്ന് അകത്ത് കയറാം. അകത്ത് കയറിയപ്പോൾ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ കയറിയിട്ടുണ്ട്. ഇത് ഒരു 27 സീറ്ററാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യമേ കയറി സീറ്റ് പിടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഏത് സീറ്റിലിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇനി. സൈഡ് സീറ്റ് വേണോ, ബാക്കിൽ പോയി ഇരിക്കണോ? ഇപ്പോൾ ആൾറെഡി ബാക്കിലാണ്. സോ ഏറ്റവും ബാക്കിലിരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആൾക്കാരെന്തായാലും കയറി തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു സീറ്റിൽ ഇരുന്നേ പറ്റും. ആദ്യം ഒരു സീറ്റിൽ നമ്മൾ ഇരുന്നു, പിന്നെ നമ്മൾ കുറച്ച് ഡിസൈഡ് ചെയ്ത് ബാക്കിലോട്ട് മാറാമെന്ന് വിചാരിച്ചു, ഏറ്റവും ബാക്കിലോട്ടായി. സോ ഗൈസ്, എന്തായാലും നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ് ഇപ്പോൾ ഫുള്ളാവും. ഇത് ചെറിയ ബസ്സാണ്. കാരണം ഈ ഹെയർ പിൻ വളവൊക്കെ ഒരുപാട് അവിടെ ഉള്ളതുകൊണ്ട് ബസ് എന്തായാലും ചെറുതായിരിക്കും. കാരണം അത്രയും വളഞ്ഞ് പോകണമെങ്കിൽ വലിയ ബസ്സിന് പറ്റത്തില്ല. ആളായിട്ടുണ്ട് ഇതിൽ ഒരുപാട് കാണാം. എന്താ പറയുക, ഇത്രയും ആളായിട്ടുണ്ട്. പോകുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഗൈസ്. ഓക്കെ. ബസ് എന്തായാലും ഉടനെ ഫുള്ളാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2 മണിക്കൂർ 55 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലോ. വഴിയെ പോകുന്ന എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ. 1:30-2 മണിക്ക് അവിടെ എത്തുള്ളൂ. സോ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. തിരുവനന്തപുരത്ത് മ്യൂസിയം കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ, കയറാനുള്ള കവാടം. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അകം കേട്ടോ. ഇതിൻ്റെ അകത്താണ് കനകക്കുന്ന് കൊട്ടാരം. ഇവിടെ ഇപ്പോൾ ഒരു IFFI ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ അകത്താണ് ഇതിൻ്റെ കൊട്ടാരമൊക്കെ കേട്ടോ. ഗൈസ്, ഇതാണ് കവടിയാർ സിഗ്നൽ. മെയിൻ ഇത് കവടിയാറാണിത്. സോ കവടിയാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു വലിയ സിറ്റി പോലെയാണ്. ഒരുപാട് ഫ്ലാറ്റുകളും ഒരുപാട് ഗവൺമെൻറ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത്. സോ പിന്നെ ഒരുപാട് മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ബസ്സിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്.
ഗൈസ് അപ്പോൾ നമ്മൾ അമ്പലമുക്ക് പേരൂർക്കട റൂട്ടിലോട്ട് കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയണം, നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ് നമ്മൾ പോകുന്നത്. ഇതിന് വേറെ സെപ്പറേറ്റ് പാക്കേജ് ഉണ്ട്. ഒരു സൺഡേ, അതായത് രാവിലെ 6:45 ഒരു KSRTC പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ 6:45 അവിടെ നിന്ന് കയറുന്നു. പിന്നെ നമ്മൾ രാവിലെ ഒരു രാത്രി 8 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു. സോ അങ്ങനെ ഉള്ളൊരു പാക്കേജ് ഉണ്ട്. അത് കുറച്ചുകൂടി ബെറ്ററാണ്. അതാകുമ്പോൾ ഓരോ സ്ഥലത്ത് ഒരു ടൂർ പാക്കേജ് കണക്കാണ്. സോ ഓരോ സ്ഥലത്ത് മീൻമുട്ടി, വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത്. സോ അത് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, ഓരോ സ്ഥലങ്ങളോട് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. നമ്മളിപ്പോൾ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട് കേട്ടോ. നെടുമങ്ങാട് ഡിപ്പോയാണ്. നെടുമങ്ങാട് ബസ് ടെർമിനൽ ഒരുപാട് വലിയ ടെർമിനൽ തന്നെയാണ് കേട്ടോ, തമ്പാനൂർ പോലെ തന്നെയാണ്. നെടുമങ്ങാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിതുരയാണ്. വിതുര ആ അവസാനത്തോടു കൂടി നമ്മൾ പൊന്മുടി എത്താറായി. ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. വ്യൂ, ഈ ഒരു വ്യൂവിന് വേണ്ടിയായിരുന്നു. അതല്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ എന്തായാലും നമുക്ക് ആ ഒരു രീതിയിൽ പോയല്ലേ പറ്റത്തുള്ളൂ. സോ ഇതെന്തായാലും ഇനിയുള്ള റോഡെല്ലാം ഇടുങ്ങിയ റോഡാണ് കേട്ടോ. ഇതും കല്ലാറാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കല്ലാറാണ്. പാലോട് ഫോറസ്റ്റ് ആണ്. ഇതിപ്പോൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തോറും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിയുമ്പോൾ. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാട് കാറുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയയാണ്. സോ അപ്പോൾ നമുക്ക് ഈ പ്രൈവറ്റായിട്ട് കാറിലൊക്കെ വരുന്നതും ബസ്സിലൊക്കെ വരുന്നതിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. പൊന്മുടിയിലെ ഒരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി നമ്മൾ അവിടെ എനിക്ക് ക്യാഷൊക്കെ പേ ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ റേഞ്ച് കുറവാണ് കേട്ടോ. റേഞ്ച് ഇല്ലാത്ത ഏരിയയും കൂടെ ആണ് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു ടോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഹിൽ സ്റ്റേഷന്. സോ അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ KSRTC ബസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ബ്ലറാവുന്നതും എൻ്റെ കൈ അതിൽ കയറി വരുന്നതും എല്ലാം കേട്ടോ. ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഏതായാലും ഇനിയിപ്പോൾ കുറച്ചങ്ങ് എത്തിയതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ഇടാം. കുറച്ച് കുരങ്ങന്മാരൊക്കെ കാണാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ആരെയും ഇത് കാണുന്നില്ല. ഇത്രയും വ്യൂ കേട്ടോ, ഒരു മഴയില്ലാത്തത് കേട്ടോ. ഈ ഒരു വ്യൂവിന് വേണ്ടിയാണ് നമ്മൾ വന്നത് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു ഇതിൽ പകർത്തി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതും 18 ഹെയർ പിൻ വളവാണ് ഉള്ളത് കേട്ടോ. ആ ഒരു വളവെല്ലാം കയറി നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അത്രയും ഒരു കുളിർമയും ഒരു എക്സൈറ്റ്മെന്റും എല്ലാം ഉണ്ടല്ലോ. ഗൈസ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നമ്മൾ പൊന്മുടിയിൽ എത്തുന്നതാണ്. സോ ഈ ഒരു പച്ചപ്പ് കണ്ടില്ല ഗൈസ്, ഒരു രക്ഷയുമില്ല കേട്ടോ. ഒരു പശു മാത്രം അവിടെ കിടക്കുന്ന കേട്ടോ, ഒറ്റ പശുവാണ് കേട്ടോ. അത് മാക്സിമം പുല്ല് ആവശ്യം പോലെ ഉണ്ട് കേട്ടോ അതിന് കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുക പാവം. എന്തായാലും അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് എന്തായാലും സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സോ ഈ ഒരു വളവുകളിലൊക്കെ ഈ ബസ് ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ. ഇത് തന്നെ കണ്ടില്ലേ, ആ ഒരു മലയുടെ ഭംഗി കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഇത്. എന്തായാലും ഹെയർപിൻ വളവുകളുടെ ഒരു അയ്യേര് കളിയാണ്. 18 ഹെയർപിൻ വളവുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്നാലും എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ അത്രയും എണ്ണിയാണ് പോകുന്നത് കേട്ടോ. അത്രയും വളവുകൾ താണ്ടിയാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി 3 വളവ് കൂടെ ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. ദേവിക ഇതെല്ലാം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇത് താണ്ടി പോകുമ്പോഴും ആ ഒരു പ്രകൃതിയുടെ ആ ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടില്ലേ, എന്ത് രസമല്ലേ. ആ മലയും, ചില മലകളിൽ ഈ പറഞ്ഞ പച്ചപ്പില്ല, പച്ചപ്പ് ഉള്ള മലകളും പച്ചപ്പില്ലാത്ത മലകളും, പിന്നെ അതിന്റെ താഴെയുള്ള ഒരു മൂന്നാറിന്റെ ഒരു ദൃശ്യഭംഗി പോലെ തന്നെ ഇവിടെയും ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭംഗിയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇപ്പൊ മനസ്സിൽ എന്താ ഒരു കുളിർമ. ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ ഒരു ഭാഗ്യമല്ലേ, ഒരുപാട് തണുപ്പും ഈ ഒരു മലകളുടെ ഭംഗി ആസ്വദിച്ച് ജീവിക്കാമല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീട് തന്നെ കണ്ടില്ലേ, ഒരു വീട് ഞാൻ സൂചി കാണിച്ചു തരാൻ, കണ്ടില്ലേ, ഒരു വീടുണ്ട് കേട്ടോ അവിടെ. സോ അപ്പോൾ പക്ഷെ അവർക്ക് പട്ടണത്തിലോട്ടൊക്കെ എത്തണമെങ്കിൽ കുറച്ച് എന്താ പറയാ, വിദൂരത്തിലോട്ട്
യാത്ര ചെയ്താലേ എത്താനും പറ്റത്തുള്ളൂ കേട്ടോ. ഗൈസ് കണ്ടില്ലേ, നമ്മൾ മലകൾ താണ്ടി 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 ഏറ്റവും ടോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ രസമല്ലേ ആ മലയിലുള്ള ഒരു പച്ചപ്പും ഇത് കണ്ടില്ലേ. അത്രയും ആ താഴെ അടിവാരത്തിൽ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. അത്രയും ആ മലയും എല്ലാം കാടും താണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എത്തിയിരിക്കുന്നത് കേട്ടോ. വീടും 1-2 വീടുകളേ ഉള്ളൂ കേട്ടോ. അവിടെ ഒരു 3 വീടേ കാണുന്നുള്ളൂ. മേ ബി അത് ഹോം സ്റ്റേ ആയിരിക്കാം, പിന്നെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റ്സും ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാവാനാണ് ചാൻസ്. എന്തായാലും കാടിന്റെ ഒരു മനോഹരത ഇത്രയും ഉണ്ടെന്ന് ഇപ്പം കണ്ടില്ല കേട്ടോ. ഗൈസ് കണ്ടില്ലേ, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്താറായിരിക്കുകയാണ്. ഗൈസ് 10 മിനിറ്റത്തെ ബ്രേക്ക്, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോവാം. 10 മിനിറ്റത്തെ ഒരു ബ്രേക്കുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എന്താ പറയുക, ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും KSRTC ബസ് ഇവിടെ 10 മിനിറ്റ് വെയിറ്റിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. സോ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇവിടെ ബിരിയാണിയാണ് ഉള്ളത്. സോ അപ്പോൾ നമ്മൾ രണ്ടുപേരും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ബേബിക്കും ബിരിയാണിയാണ് ഇഷ്ടം, എനിക്കും ബിരിയാണിയാണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണി പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്നിട്ട് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റോ 15 മിനിറ്റിനകത്തേ ഉള്ളൂ. സോ നമ്മൾ എന്തായാലും അധികം എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളൊരു ത്രൂ ഔട്ട് ഫസ്റ്റ് ആയിട്ടൊരു വ്ലോഗ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് ശേഷം നമ്മൾ എന്താ പറയുക യാത്ര ചെയ്യുന്നു, അത് KSRTC ബസ്സിൽ. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇതെല്ലാം നമ്മളിലുണ്ട്. സോ എന്തായാലും ഫുഡ് കഴിച്ച് തുടങ്ങാൻ എന്തായാലും. ബിരിയാണി എത്തിയിരിക്കുകയാണ്. ഒരു ബിരിയാണി എത്തി, ദേവിയുടെ ബിരിയാണി. ഇപ്പോൾ എൻ്റെ ബിരിയാണി എത്തിയിട്ടുണ്ട്. സോ എന്തായാലും ഇന്ന് ബിരിയാണി കഴിച്ചിട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം. എന്തായാലും പപ്പടം മസ്റ്റാണ് ഗൈസ്. ഇപ്പം ഞാൻ പപ്പടം കഴിച്ച് തുടങ്ങി. എന്തായാലും എൻ്റെ ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നല്ല ഫ്രഷ് ചിക്കനാണ്. ഗൈസ്, വീട്ടിലുണ്ടാക്കുന്ന അതേ ബിരിയാണി പോലെ ഉണ്ടത്. അതിൽ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി. ബസ്മതി റൈസ് ഉള്ള ബിരിയാണി. പപ്പടം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്താ ഫ്രഷ് ബിരിയാണി ഉണ്ടാകും ഗൈസ്. ആ ഒരു മലയും ആ ഒരു ആകാശവും എല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു മനോഹരതയാണ് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു വ്യൂ പൊളി കേട്ടോ. ഇത് നമ്മൾ ഇത്രയും താഴ്ചയിൽ നിന്നാണ് ഇത്രയും നമ്മൾ എത്തിയത് കേട്ടോ. മഴയില്ലാത്ത വ്യൂ കേട്ടോ. അതായത് ഇടുക്കിക്ക് മൂന്നാറാണെങ്കിൽ ട്രിവാൻഡ്രത്തിന് പൊന്മുടിയാണ് കേട്ടോ. ഒരു മഴയില്ലാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹൈ റേഞ്ച് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം മാത്രം. ആ ദൂരം കഴിയും തോറും നമ്മൾ എന്തായാലും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കും തോറും കുറച്ച് എക്സൈറ്റ്മെൻറ്റും കുറച്ച് സന്തോഷവും ഇതെല്ലാം ആ ഒരു കുളിർമയും നമ്മളെ ഉള്ളിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുളിർമ സത്യത്തിൽ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ആവും കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോഴേ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ആണെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യും. അത് ഒരേ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ നെറ്റ്വർക്കും നമുക്ക് എല്ലായിടത്തും വർക്കാവുന്നില്ല. സോ അങ്ങനെ വർക്കാവുന്ന നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിലൂടെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അത് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കും തോറും ഈ ഒരു തണുപ്പിൻ്റെ ഒരു ആഘാതം കൂടി വരികയാണ്. ആ ഒരു കുന്നിൽ നമ്മൾ ആ ഒരു അടി ഭാഗത്ത് നിന്നുമാണ് മുകളോട്ട് വന്നത്. ആ ഒരു കുന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കേട്ടോ. ആ ഒരു അടിയിൽ നിന്നും നമ്മൾ മുകളോട്ട് വന്നത്. ഈ റോഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത്രയും ഡെപ്തിലാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത് കേട്ടോ. അവസാനം നമ്മളിതാ എത്തിയിരിക്കുകയാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ. ആ ഒരു പാറകൾ, നമ്മൾ താഴെ നിന്നും കണ്ട പാറകൾ നമുക്കിതാ തിരിച്ച് ആ ഒരു ടോപ്പിലെത്തിയിരിക്കുകയാണ്. സോ എന്തായാലും ഒരുപാട് പേര് ബൈക്കിലൊക്കെ വരുന്നുണ്ട്, കാറും ബൈക്കൊക്കെ കൂടെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒബ്വിയസ്ലി ഈ ഒരു KSRTC ബസ് തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ. എന്തായാലും ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ബസ് എന്തായാലും തിരിച്ചു പോകാൻ പോവുകയാണ് ട്രിവാൻഡ്രത്തോട്ട്. അതായത് ഈ ബസ് പോയിട്ട് ഇനിയിപ്പോൾ തിരിച്ചു വരണം.
അപ്പോഴാണ് നമുക്കും ഇതിൽ തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെന്തായാലും ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പൊന്മുടി എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ ഇവിടുത്തെ ഒരു വ്യൂസ്, ഒരു രക്ഷയില്ല കേട്ടോ. ആ മലകൾ കണ്ടില്ലേ, അങ്ങ് അറ്റത്തെ ഒരു മലകൾ. എന്താ രസം. നമ്മളെന്തായാലും ഈ ടോപ്പിലോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പച്ചപ്പ് പിടിച്ച് കിടക്കുന്നൊരു മലയാണ്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം പോകാമെന്ന് വിചാരിക്കുന്നു. ദേവിയേക്കും അതാണ് ഇഷ്ടമെന്നാണ് പറയുന്നത്. സോ എന്തായാലും കണ്ടില്ലേ ആ ഒരു വ്യൂ കണ്ടില്ലേ, എന്താ രസമല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പച്ചപ്പ് തന്നെ കണ്ടില്ലേ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, എന്നാലും മോഡറേറ്റ് ആൾക്കാരുണ്ട് കേട്ടോ. എന്തായാലും ഇതിപ്പോൾ ഓഫ് സീസണാണ്, ഒരുപാട് സീസണല്ല. പക്ഷെ ഇവിടെ അത്ര ചൂടൊന്നും ഇല്ല കേട്ടോ. അത്ര ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ദേവിയേക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടമെന്നാണ് തോന്നുന്നത്. സോ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലേ. ആ ഒരു മലകളുടെ ഒരു മനോഹാരിത കണ്ടില്ലേ, എന്താ രസമല്ലേ. ദേവിക കണ്ടില്ലേ. നമ്മളിപ്പോൾ ഒരു 7-8 മാസമൊക്കെ ആയി ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. സോ എന്തായാലും നടന്നു. അപ്പോൾ നിങ്ങളും ഈ ഒരു വ്യൂസൊക്കെ ഒന്ന് എൻജോയ് ചെയ്യൂ. ഇതാണ് ഒറിജിനൽ ഒരു നേച്ചർ. നമ്മൾ വല്ലപ്പോഴും നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ വല്ലപ്പോഴും ഒക്കെ എൻജോയ് ചെയ്യണം. അത് നമുക്ക് ഒരു ബൂസ്റ്റപ്പാണ് ലൈഫിൽ. ആയിട്ട് തളപ്പൊന്നുമില്ല കേട്ടോ, പക്ഷേ ഒരുവിധം ഓക്കെയാണ് കേട്ടോ. ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഗൈസ്, നമ്മളിതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് വ്യൂ, ഒരു രക്ഷയുമില്ലാത്ത വ്യൂ കേട്ടോ. ഇതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ഇതിനും കൂടെ വേണ്ടിയാണല്ലോ. എന്തായാലും പല പല വ്യൂസ് ഉണ്ട് കേട്ടോ. സോ അവിടെ കണ്ടില്ലേ, അവിടെ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ ആ മല, ഇവിടുത്തെ ഒരു മല ഉണ്ടല്ലോ, അവിടെ നല്ലൊരു വ്യൂസ് ഉണ്ട് കേട്ടോ. സോ ടോട്ടലി പല പല വ്യൂസ് ഉണ്ട്. പല ആൾക്കാരും പല ഡയറക്ഷനിലോട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ KSRTC ബസ്സിലാണ് വന്നത്. നല്ലൊരു ജേണി ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, കാര്യങ്ങൾ കാണാനും നല്ല ഏങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് മലകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കാലിറ്റിക്കും നല്ലതാണ് കേട്ടോ. നമ്മുടെ മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് ഒരു എനർജി കിട്ടും. ഒരു എക്സസൈസൊക്കെ ചെയ്യാത്ത നടക്കുന്നവർക്കൊക്കെ അങ്ങനെ ആയിരിക്കാം. സോ ദേവിക ഇപ്പോഴേ തളർന്നിരിക്കുകയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഒരു മഴയില്ലാത്ത വ്യൂ കണ്ടില്ലേ, പക്ഷേ രക്ഷയുമില്ല. ദിസ് ഈസ് വൈ പീപ്പിൾ ആർ കമ്മിങ് ഹിയർ. ദിസ് ഈസ് സോ കോൾഡ് പൊന്മുടി. വാവ് ദേവിക, കം ഓൺ. എന്തായാലും ഗൈസ് അകത്ത് കയറി നടക്കുന്നു. ഒരുപാട് പാറകളുമുണ്ട് കേട്ടോ. ആ ഒരു കടലിലോട്ട് പോവാം. എന്തായാലും ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈമാണ് കഴിച്ചാൽ, അപ്പോഴും നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യണം പറ്റത്തില്ലല്ലോ. ഞാൻ കുറച്ച് ഏങ്ങി തുടങ്ങി കേട്ടോ. വാവ്, what I feel, wow, what I'm seeing now, it's wonderful. പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നും നമ്മളിതാ കണ്ടില്ല ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. ഒരു രക്ഷയുമില്ല കേട്ടോ. വാ 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 വാ. ഓ ഗൈസ്, കുറച്ച് കയറിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ നമ്മൾ തളർന്നു. ബട്ട് വി ആർ നോട്ട് ഗോണ ഗിവ് അപ്പ്. നമ്മളങ്ങ് ടോപ്പ് വരെ പോകും. എന്നിട്ട് ആ ഒരു വ്യൂ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കണം. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ വി ആർ ഹിയർ ഗൈസ്. ഇതാണ് ഈ പച്ചപ്പിൻ്റെ ഏറ്റവും ടോപ്പുള്ള വ്യൂ കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ആ കാറ് പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. സോ അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ കവർ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മലകളും കുന്നുകളും ഉണ്ട് കേട്ടോ അവിടെ. സോ അത് ഈ ഒരു വ്യൂ ഉണ്ടില്ലേ, ഓ മൈ ഗോഡ്, ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ.
ഈ വ്യൂസിന് വേണ്ടിയാണ് നമ്മൾ വന്നത് തന്നെ കേട്ടോ. ഇത്രയും രക്ഷയില്ലാത്ത ഒരു സ്ഥലം. ഈ ഒരു ടോപ്പ് കണ്ടോ, ഈ ഒരു ടോപ്പാണ് ഇനി നമ്മൾ അടുത്തായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ ഒരു ടോപ്പ് ഇതിനെയും കാട്ടി കുറച്ചുകൂടെ ഡബിളായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. സോ അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മളിവിടെ നിന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊന്ന് ഏങ്ങി തുടങ്ങി. സോ വി ആർ ഗോണ ഗോ ഹിയർ, വി ആർ ഗോണ ഗോ ഹിയർ ആൻഡ് വി ആർ ഗോണ ഗോ ഹിയർ. സോ എന്തായാലും ദേവിയെ കുറച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. സോ ലെറ്റ് ഹർ റെസ്റ്റ്. ദേവിക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു ഇത് ത്വര കൂടുതലാണ് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ ദേവിക നിൽക്കുന്നൊരു വ്യൂ, ഇരിക്കുന്നൊരു വ്യൂ കണ്ടില്ലേ? വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അപ്പോൾ ഇത് മഴയല്ലോ, വണ്ടർഫുൾ. ഓ ഗായ്സ്, ഇതാ ഇപ്പോൾ വെയിൽ വന്നിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത വെയിലില്ലാന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടെ ഇരുന്നത്. ഇത്രയും നേരം വെയിലൊന്നും ഇല്ലായിരുന്നു. സോ വെയിൽ വന്നിട്ടുള്ളപ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ഇതാ വെയിലെത്തിയിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാം ഈ ഒരു വ്യൂ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലേ എന്താ രസമല്ലേ? ആ ഒരു മേഘങ്ങൾക്കിടയിലുള്ള ഒരു മല കണ്ടില്ലേ, എന്താ രസമല്ലേ? എന്തായാലും പൊന്മുടി അതൊരു വികാരം തന്നെയാണ് കേട്ടോ ട്രിവാൻഡ്രക്കാർക്ക്. അത്രയും ഒരു നല്ലൊരു വ്യൂസാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാം, മലകളും പച്ച പുൽമേടുകളും എല്ലാം. സോ ആ ഒരു വ്യൂസിൽ നമുക്ക് പോകണം കേട്ടോ, എല്ലാത്തിലും നമുക്ക് പോകണം. സോ എന്തായാലും ദേവിക ഗെറ്റ് അപ്പ്, റെഡി, നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അടുത്ത് നമുക്ക് ആ ടോപ്പിലോട്ട് പോവാം. വാ. സോ ഇതാണ് ഗൈസ്. എന്താല്ലേ, ഇപ്പോൾ അധികം സീസൺ അല്ലാത്ത ടൈമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ആൾക്കാരും കുറവാണ്. അത് നമുക്ക് ബലവും നല്ലതാണ്. സോ ഗൈസ്, അപ്പോൾ കണ്ടില്ലേ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. സോ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം മൂവ് ചെയ്യാം. സോ ദേവികയും ഇപ്പോൾ മൂവ് ചെയ്താൻ തുടങ്ങി. സോ നമ്മൾ കുറച്ച് സൺസ്ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിൽ വന്നു, പെട്ടെന്ന് മങ്ങി കിടന്ന സ്ഥലം പെട്ടെന്ന് അങ്ങ് വെയിലായിപ്പോയി. സോ അതുകൊണ്ട് കുറച്ച് സൺസ്ക്രീം കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എന്തായാലും നമ്മൾ ആ കാണുന്ന ഒരു മലയുടെ മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ. കുറച്ച് റിസ്ക്കിയാണ്, ബട്ട് ഇതെല്ലാം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് കേട്ടോ. സോ അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇതെല്ലാം വ്യക്തമായിട്ട് കാണണമെന്നുള്ളൊരു ഇതും കൂടെ എനിക്കുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കുന്നത്. സോ കുറച്ച് നാളായി വിചാരിക്കുന്നു പൊന്മുടി വരണം. സോ ദേവികയ്ക്കായിരുന്നു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഈ പൊന്മുടിയിൽ വരണമെന്നുള്ളത്. സോ ഞാൻ കുറച്ച് പണ്ട് തൊട്ടേ ഒരു 10 വർഷം 15 വർഷം മുമ്പ് വന്നതാണ്. സോ അതിനുശേഷം വന്നിട്ടൊന്നുമില്ല. സോ ഞാനും വിചാരിച്ചു സോ നമുക്ക് എന്താ പറയുക, എപ്പോഴെങ്കിലും ഒരു സമയം കണ്ടെത്തി നമുക്ക് വരാം. വന്നിട്ട് ഒരു നഷ്ടമില്ല കേട്ടോ. ഈ ഒരു മലയൊക്കെ തന്നെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിലോട്ട് പോകുമ്പോൾ ആ ഒരു ആൾക്കാർ പോകുന്ന ടോപ്പുണ്ട്. സോ ആ ടോപ്പിലോട്ട് പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഈ പാറയും മലയെല്ലാം കൂടെ കടന്നാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് ക്ഷീണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ദേവിക ഇതവിടെ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു കിടിലൻ വ്യൂ തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ട്രക്കിംഗ് പോലെ തോന്നുന്നു. തല ഷൂട്ടുകൊണ്ട് വന്നതെന്ന് നന്നായി, അല്ലെങ്കിൽ പെട്ടു തന്നെയായിരുന്നു. സകണ്ടില്ല, അതിൻ്റെ ആ ഒരു ടോപ്പിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമാണല്ലേ. ഈ ഒരു വ്യൂസൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഞാൻ മൂന്നാർ പോയപ്പോൾ നമ്മളവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. സോ അതിൻ്റെ വ്ളോഗൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഇയറാണ് പോയത്. സോ ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് ഡൂയിങ് വ്ളോഗ്. ബട്ട് അത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കേട്ടോ. സോ ഞാൻ കാണുന്ന കാഴ്ചകളും ഞാൻ എന്നിലുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ആൾക്കാരിൽ എത്തിക്കണമെന്നുള്ളൊരു ഈ ഒരു ഫീൽ വെച്ചിട്ടാണ് ഞാൻ ഇതിലൂടെ ഇറങ്ങിയത്. സോ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങ് നോക്കി, ഞാനിപ്പോൾ കാണിക്കുന്ന സ്ഥലം കണ്ടില്ലേ, എന്ത് രസമല്ലേ. ആ ഒരു മലയുടെ ഒരു ഇത് നോക്കിയാൽ നിങ്ങൾ, എന്താ രസം.
വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ, എപ്പോഴും നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന ചാൻസിൽ നമ്മൾ വരിക. അത് ഒരു ദിവസത്തെ ഒരു മെനക്കെട്ടായിരിക്കും, പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ അത്തട്ടോ സി എന്താ രസം. കണ്ടില്ലേ ഈ ഒരു മല കണ്ടില്ലേ, എന്താ രസമല്ലേ. ഇതാണ് ആ ടോപ്പ് നമുക്ക് കാണിച്ചിട്ടാ. സോ ഇതാണ് ആ വ്യൂ. നമ്മളിപ്പോൾ ആ ഒരു പ്ലേസിൽ നിന്നാട്ടോ വന്നേ, ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ വന്നേ, ഇവിടെ നിന്ന് വന്നേ. സോ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ടോപ്പിലോട്ട് വന്നു. സോ നമ്മൾ ആ കാർ കിടക്കുന്ന അവിടെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇവിടെ വന്നു, നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. സോ ഇപ്പോൾ നമ്മളത്തെ ടോപ്പാണ് കേട്ടോ. അവിടെ ഒരു ടവറുണ്ട് കേട്ടോ. സോ എന്താ വ്യൂ അല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, മഴയില്ലാത്ത വ്യൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബിൽഡിങ്. നമ്മൾ താഴെ നിൽക്കുകയായിരുന്നല്ലോ. സോ വി റീച്ച് ചെയ്യുന്നോ. സോ ദേവിക അവിടെ എത്തിയിട്ടുണ്ട്. സോ ഞാൻ എത്തി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ദേവിക എത്തുന്നത്. പുള്ളിക്കാരി കുറച്ച് പയ്യാണ് കാര്യങ്ങൾ പയ്യെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അവർക്ക് അവരുടേതായ സമയം, നമുക്ക് നമ്മുടേതായ സമയം. സോ എന്ത് പറഞ്ഞാലും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. സോ ഇതത്രയേ ഉള്ളൂ. ചൂടായി ഗൈസ്. സോ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് അടുത്ത മലയിലോട്ട് പോകാം. ഇവിടുന്ന് കുറച്ച് ഇറങ്ങിയിട്ട് വേണം ഇനി അടുത്ത മലയിലോട്ട് പോകാൻ. കുറേ നാളായോ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ മുകളിലോട്ട് കയറാൻ പറ്റുമോ അല്ലേ? 5 വർഷമായില്ലേ? 6 വർഷമായി. So guys, ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഒരു മഴയില്ലാത്ത വ്യൂ കേട്ടോ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കണം, അവിടെ കണ്ടില്ലേ, നമുക്ക് അവിടെ ഒരു പള്ളി കാണാം കേട്ടോ. പള്ളിയാണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നു പള്ളിയാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ നമ്മൾ വന്ന വഴി കണ്ടില്ലേ. സോ ഇതാണ് നമ്മൾ വന്ന വഴി. സോ ആ വഴിയിൽ നിന്ന് നമ്മൾ അത്രയും ടോപ്പിലോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഉള്ളൊരു ഗൈഡ് ചേട്ടൻ പറഞ്ഞത് ഇത് പണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാനാണ് പറഞ്ഞത്. സോ ഇപ്പോൾ അവിടെ ആരും കയറാറില്ല, കാരണം അതിൻ്റെ കമ്പിയൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിൽ കാണാൻ പറ്റത്തില്ല. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദേവിക ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ വ്യൂ ആണോ ഏറ്റവും ബെസ്റ്റ് വ്യൂ? കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാം, റോഡ് കാണാം, ബിൽഡിങ്സ് കാണാം, താഴത്തെ താഴ്വാരം കാണാം, വണ്ടികൾ പോകുന്നത് കാണാം. സോ ഇപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നത്. കാരണം ഈ ഒരു ടോപ്പ് വ്യൂവിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. സോ എനിക്കൊന്ന് ആ ഒരു പാറക്കെട്ട് കണ്ടോ, ആ ഒരു പാറക്കെട്ടിലോട്ട് എനിക്ക് പോകണമെന്നുണ്ട്. ബട്ട് ഈ ഒരു വ്യൂ എന്തായാലും കുറച്ചൊന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പൊന്മുടി. സോ പണ്ട് ഞാൻ ഒരു 10-15 വർഷം മുമ്പ് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലൊന്നും നമ്മൾ ടോപ്പിലോട്ടൊന്നും കയറിയില്ല. ജസ്റ്റ് നമ്മൾ വന്നു ആ സമയത്ത് ഭയങ്കര മൂടൽമഞ്ഞായിരുന്നു, ഭയങ്കര സീസൺ സമയമായിരുന്നു. ഇതിപ്പോൾ ഓഫ് സീസൺ ആയിട്ടുള്ള സമയമാകുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരുപാട് വെയിലാണ് ഒരുപാട്. സോ
സോ അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റില്ല, അധികം ആൾക്കാരും കാണത്തില്ല. സോ നമുക്കതുകൊണ്ട് നമുക്കിവിടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതലുണ്ടായാലും പ്രശ്നമില്ലെന്ന് തോന്നുന്നു, കാരണം നമുക്ക് എവിടെ നിന്ന് ഏത് വഴി കൂടെ വേണമെങ്കിലും നമുക്ക് വരാം. സോ അത്രയ്ക്ക് നമ്മൾ കറക്റ്റായിട്ട് ഒരു വഴിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും പല പല വഴിയിൽ വന്ന് പല പല വ്യൂസും നോക്കി കാണുന്നുണ്ട്. സോ എന്തായാലും ഇതെന്തായാലും ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈമാണ്. സോ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളതും നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള വാൾപേപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ. ആ ഒരു രീതിയിലാണ് എനിക്കിത് ഫീൽ ആവുന്നത്. സോ ദിസ് ഈസ് എക്സെൻട്രിക്, ദിസ് ഈസ് സോ ഗുഡ്, ദിസ് പ്ലേസ് ഈസ് സംതിങ് എൽസ്. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെയുള്ള പ്ലേസുകളൊക്കെ വിസിറ്റ് ചെയ്യൂ. കുറച്ച് എന്താ പറയുക, നമ്മളെ മനസ്സിൽ തന്നെ ഒരു കുളിർമ ഉണ്ടാവും. സോ ഈ ഒരു പാറക്കെട്ടൊക്കെ കണ്ടില്ലേ, എന്താ അല്ലേ, ഒരു നമ്മളൊരു ഡെസ്ക്ടോപ്പിൽ ശരിക്കും കാണുന്ന ഒരു ആർക്കിടെക്ചർ പോലെയാണല്ലോ ഇതിൻ്റെ ഈ ഒരു, ഞാൻ താഴെയും കൂടെ കാണിക്കാം കേട്ടോ. നമ്മളിതിൻ്റെ ഈ ഒരു പാറക്കെട്ട് തന്നെ കണ്ടില്ലേ ഇത്രയും പാറയുമുണ്ട്. സോ അത് ശരിക്കും പറഞ്ഞാൽ പാറ ഉള്ളത് നല്ലതാണ്, കാരണം നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാനും നമുക്ക് സെറ്റ് ചെയ്ത് നടക്കാനും പിടിച്ച് നടക്കാനുമുള്ള ആ ഒരിത് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ പുൽമേടുകളും കണ്ടില്ലേ, ഒരുപാട് പുൽച്ചെടികളും പിന്നെ ഒരുപാട് പാറകളും. ഇതാണ് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് വ്യൂ, ഇതാണ് തന്നെ തോന്നുന്നു കേട്ടോ. കാരണം ഇതിന് ഇത് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇതിപ്പോൾ നമ്മൾ ടോപ്പിലാണ് നിൽക്കുന്നത്. സോ ഐ ആം അറ്റ് ദ ടോപ്പ് നൗ. സോ ഇതാണ് ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു, വ്യൂ ഉള്ളത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. സോ പിന്നെ ഇവിടെ നിന്ന് നമുക്കിതാ കുറച്ച് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പാറക്കെട്ടൊക്കെ ഉണ്ട്. സോ പാറക്കെട്ടിലൂടെ നമുക്ക് അങ്ങോട്ടോട്ടൊക്കെ നടക്കാം. സോ നമുക്ക് സൂക്ഷിച്ച് നടന്നാൽ മതി കേട്ടോ, ഇവിടെ അപകട മേഖലയും കാര്യങ്ങളൊന്നും അല്ല. ഈ താഴെ നിന്ന് നോക്കുമ്പോൾ അതിനെന്ത് രസമല്ലേ. സോ പണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് നമുക്ക് ഫുള്ള് വ്യൂവും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി, അതിലോട്ട് ആൾക്കാർ കയറാൻ പറ്റാതെ അതിൻ്റെ പടിയും അതിൻ്റെ സൈഡൊക്കെ തുരുമ്പായി, പിടിച്ച് കയറുന്ന കൈവരിയൊക്കെ തുരുമ്പായി. ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഇപ്പോൾ ഒരു ഗൈഡ് നിൽപ്പുണ്ട്, പുള്ളി എപ്പോഴും ഇത് വീക്ഷിച്ചുകൊണ്ട് നിൽക്കും, കാരണം ആർക്കെങ്കിലും അപകടം പറ്റുന്നോന്നോ എല്ലാം എന്നുള്ള ഉന്നോട്ട് ചെക്ക് ചെയ്യും. നമ്മൾ കാണാത്ത രീതിയിലാണ് അവിടെ ഗൈഡുകളൊക്കെ ഉള്ളത്. ചിലർ അവർക്ക് യൂണിഫോം ഉണ്ട്, പക്ഷേ അവർ നമ്മളിൽ ഒരാളായി നമ്മൾ കൂടെ ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ. സോ അതൊരു നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഗാർഡൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും, വിസിബിളാണ്. പക്ഷേ ഇവർ അത്രയും വിസിബിൾ അല്ല, പക്ഷെ എപ്പോഴും അവർ കൂടെ കാണും. എന്തായാലും ഈ ഒരു വ്യൂ കണ്ടില്ലേ, എന്തായാലും ഇത് കാണുമ്പോൾ എനിക്ക് ചാർലി ഫിലിമൊക്കെ ഓർമ്മ വരുന്നത്. പിന്നെ ആൻമരിയ കലിപ്പിലാണ്, അങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ ദുൽഖർ ഓടിയ മീശപ്പുലിമലയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. സോ അത്രയും വ്യൂവും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും അത്രയും അതിൽ കിടപിടിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മൂന്നാർ എന്ന് ഈ പൊന്മുടി എന്ന് പറയുന്നത്. മൂന്നാറിൽ കിടപിടിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ പൊന്മുടിയും കേട്ടോ. കാരണം ഞാൻ മൂന്നാറിൽ പോയതാണ്. സോ അപ്പോൾ മൂന്നാറിലുള്ള കാഴ്ചകളും എല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചും കണ്ടതുമാണ്. സോ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് മൂന്നാർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പൊന്മുടി തന്നെയാണ്. അപ്പോൾ ഒരുപാട് തമിഴ് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, പിന്നെ ആന്ധ്രയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, തെലുങ്കാനയിൽ നിന്ന് വരുന്നുണ്ട്, കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ നോർത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കേരളയിൽ ഒരുപാട് ടൂറിസം കുറച്ച് ബൂമായി നിൽക്കുന്ന ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ സർക്കാരുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ടൂറിസത്തിൻ്റെ നമുക്കൊരു ടോപ്പ് നോച്ചിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരെല്ലാം ഒരുപാട് നല്ല രീതിയിൽ ബെറ്ററാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് കാണുമ്പോൾ കുറച്ചുകൂടെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും മനോഹരമായ സ്ഥലങ്ങളെല്ലാം പുറത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നോർത്തുനിന്നും പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യമാണല്ലോ. സോ അത് നമ്മുടെ ഒരു സംസ്ഥാനത്തിനൊരു വലിയൊരു വികസനത്തിനൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന കാര്യത്തിലൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു പാറക്കെട്ടുകൾ കണ്ടില്ലേ, സോ അപ്പുറത്തെ വ്യൂ ഉണ്ട് കേട്ടോ, അവിടെയും പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത്, ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മലനിരകളും ആ ഒരു കുന്നിൻ്റെ കാര്യങ്ങളും പിന്നെ നമ്മുടെ ആകാശവും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാം. പിന്നെ കോട വരുന്നത് നമുക്ക് ഈ ആകാശവും ഈ ഒരു കുന്നിൻ്റെയും കൂടെ ഇടയിലായതുകൊണ്ട് നമുക്ക് കോട ഇറങ്ങുന്നത് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ കോട വരുമെന്നാണ് അവിടെ നിന്ന ഗൈഡ് ചേട്ടൻ പറഞ്ഞത്, നമ്മൾ ചോദിച്ചായിരുന്നു. സോ എന്തായാലും ഒരു അപാര വ്യൂ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഡെസ്ക്ടോപ്പിൽ കാണുന്ന കണക്ക് ഉള്ളൊരു വ്യൂ. എന്തായാലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ തോന്നില്ല കേട്ടോ. നമ്മളൊരു 2 മണിക്കൂർ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ആ ഒരു ആകാശം തന്നെ കണ്ടില്ലേ. ഈ ആകാശം കാണുമ്പോൾ നമുക്ക് പല പല സിനിമകളും
പല പല ഹോളിവുഡ് സിനിമകളും ഒക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ നമ്മൾ ഒബിയസ്ലി നമ്മൾ സിസ്റ്റം കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലത്തെ വാൾപേപ്പറിൻ്റെ കേസും ഓർമ്മ വരുമല്ലോ. പക്ഷെ എന്തായാലും എത്രയോ മനോഹരമാണ് ഈ ഭൂമി അല്ലേ. ഇതെല്ലാം നമ്മൾ കാണേണ്ട കാഴ്ചകളാണ്. ഇത് തന്നെ ഇന്ത്യയുടെ അകത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട്. സോ നമ്മൾ വിദേശയാത്രയൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കേരളവും നമ്മളെ നാട്ടിലുള്ള കാഴ്ചകളും നമ്മൾ കാണാൻ ശ്രമിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓവറോൾ ഒരു മനസ്സിൻ്റെ സംതൃപ്തിയും എല്ലാം കിട്ടുന്നതാണ്. സോ അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. നമ്മുടെ ഒരു നല്ല സമയം നമ്മൾ ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കുക എന്നത് പറയുന്നതും ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മളൊരു ഷോർട്ട് പീരീഡിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് നമ്മൾ അയച്ചിരിക്കുന്നത്. ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് പോവേണ്ടിയും വരും. അതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൂവാൻ തോന്നുന്നുണ്ട് ഗൈസ് എനിക്ക്. അത്രയ്ക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എനിക്ക്. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട്. അവസാനമായിട്ട് ഞാൻ മൂന്നാറിലാണ് പോയത്. അതിനുശേഷം മൂന്നാറിൽ ഞാൻ ലാസ്റ്റ് സെപ്റ്റംബറിലാണ് പോയത്. അതിനുശേഷം ഞാൻ അധികം പ്ലേസിലൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോയായിരുന്നു, വർക്കല ക്ലിഫിലും പിന്നെ ട്രിവാൻഡ്രത്തെ നമ്മളെ കോവളം ബീച്ചിലും ഒക്കെ പോയായിരുന്നു. സോ അതിനുശേഷം ഇവിടെ വരുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ഹാപ്പിനെസ്സാണ്. സോ ഇവിടെ നമ്മൾ വരാത്ത സ്ഥലത്ത് കുറേ നാളുകൾക്ക് ശേഷം വരുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിറങ്ങി വരാനേ തോന്നത്തില്ല. അത്രയ്ക്കൊരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വേറെ രീതിയിലാണല്ലോ നമ്മൾ നോക്കി കാണുന്നത് അല്ലേ. നമ്മുടെ ഈ ഒരു സമയമൊക്കെ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല കുളിർമയും, പിന്നെ അവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിലായിരുന്നു. വെയിലുണ്ടെങ്കിലും ഇടയ്ക്ക് വെയിൽ മാഞ്ഞും ഇത് ചെയ്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വെയിൽ വന്നപ്പോഴാണ് നല്ല ഭംഗി കേട്ടോ. കണ്ടില്ലേ ആ കാർമേഘങ്ങളുടെ ഇടയിലൂടെയുള്ളൊരു കാഴ്ച. ഞാനിത് സൂം ചെയ്ത് എടുത്തപ്പോഴാണ് എനിക്ക് ആ ഒരു അത്രയും ഒരു മനോഹരമായ ഒരു ഇതൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് സൂം ചെയ്യാനും പോയി. കാരണം ആ ഒരു പച്ചപ്പും ആ ഒരു പച്ചപ്പിനിടയിലുള്ള ഒരു മലകളില്ലാത്ത പച്ചപ്പ്, പിന്നെ ഒരു ആകാശവും നീലാകാശം അല്ലേ, എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്നു. എന്ത് പറയാൻ, നമ്മളിവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ആയിരിക്കും അല്ലേ. ആ ഒരു സമയത്ത് നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ മാറ്റിവെച്ച്, നമ്മുടെ ജോലി തിരക്കുകളും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആ ഒരു സ്ഥലം തന്നെ കണ്ടില്ലേ. അവിടെയൊക്കെ തന്നെ റോഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ റോഡൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇതിൻ്റെ മണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് നടക്കാനും പറ്റില്ല. അധികം നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇതൊരു ട്രെക്കിംഗ് പോലെ എനിക്ക് തോന്നുന്നു. ട്രെക്കിംഗ് ഇൻ മൂന്നാർ എന്നൊരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോനെ കൺസീവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. കാരണം നമ്മൾ ഒരുപാട് നടക്കുന്നു, നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മളൊക്കെ ഒരു കുളിർമ ഉണ്ടാകുന്ന ആ ഒരു തണുത്ത കാറ്റ് നമ്മളെ ഫിസിക്കലി മെൻ്റലിയും കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും ഇത് ചെയ്യുന്നു. സോ എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പോകാനും തോന്നിയില്ല കേട്ടോ. ആ ഒരു ബിൽഡിങ്ങും എന്തായാലും ആ ബിൽഡിങ് കൊണ്ടേ കയറാമായിരുന്നു, ഇപ്പോൾ പറ്റത്തില്ല. സോ എന്തായാലും ഈ പാറക്കെട്ടുകളും ഇതിനെ ഒരുപാട് മനോഹരമാക്കുന്നുണ്ട് കേട്ടോ. എന്താ രസമല്ലേ, കണ്ടില്ലേ ഓരോരോ പാറകൾക്ക് അതിൻ്റേതായ ഭംഗിയുണ്ടെന്നാണ് അല്ലേ. എന്തായാലും ഞാൻ ഷൂസ് ഇട്ടുകൊണ്ട് വന്നത് നന്നായി. നമുക്ക് ഗ്രിപ്പ് കിട്ടി മുകളിലോട്ട് കയറി നല്ല രീതിയിൽ കയറി പോകാൻ പറ്റുന്നുണ്ട്. ഇതൊരു ട്രെക്കിംഗ് പോലെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കുന്നിൻ്റെ മണ്ടയിലൊക്കെ കയറുമ്പോൾ നമ്മളൊരു ട്രെക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് ഓൾവേസ് ഉള്ളത്. പയ്യന്മാരെല്ലാം അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മറന്ന് അവർ ഈ ഒരു ഭൂമിയുടെ ഉപരിതലത്തെ നന്നായിട്ട് ഈ ഉയർന്ന ഹിൽ ടോപ്പിനെ നന്നായിട്ട് അവർ ആസ്വദിച്ച് പോകുന്നുണ്ട് കേട്ടോ. സോ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മുടെ ഒരു സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചു തന്നെ എന്തായാലും. പിന്നെ കുറച്ച് നേരം സെൽഫിയൊക്കെ എടുക്കാനൊക്കെ ശ്രമിച്ചു. കുറേ പേരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അധികം റഷും ഇല്ല, സാറ്റർഡേ ആയതുകൊണ്ട് അധികം റഷൊന്നുമില്ല. സോ എന്താ അല്ലേ, ഈ ഒരു ചിരിയും ദേവിയുടെ ചിരിയൊക്കെ തന്നെ കണ്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായാലും നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. വാവ് അല്ലേ. എന്തായാലും ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് കുറേ നേരം വീഡിയോസ് ഇങ്ങനെ എടുത്ത് നിങ്ങളടുത്ത് സംസാരിക്കുന്നതും സമ്മതിക്കുന്നതും നിങ്ങൾക്കും ഈ ഒരു കാഴ്ച മനോഹരമാക്കി തോന്നാനും നിങ്ങളവിടെ എത്തി എന്നുള്ളൊരു രീതി നിങ്ങളിലോട്ട് എത്തിക്കാനുമാണ്. ആ ഒരു മനസ്സിൻ്റെ ഒരു തോന്നൽ നിങ്ങളിലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. പല രീതിയിലും പല ഷോട്ടുകളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ കേട്ടോ. വാവ്, ലിറ്ററലി വാവ്. ഇങ്ങോട്ട് കാണിക്കും.
എന്തായാലും മൂന്നാർ ട്രിവാൻഡ്രത്തിന് ഒരു അഭിമാനം തന്നെയാണ്. പക്ഷേ ഇത് എക്സാക്ട്ലി ട്രിവാൻഡ്രം നമ്മുടെ ബസ് ടെർമിനലിൽ നിന്നും ഒരു 55 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു 2 hours ഓഫ് ജേർണി ഉണ്ട്. കാറിൽ വരികയാണെങ്കിൽ 2 hours ബസ്സിൽ വരികയാണെങ്കിൽ എന്തായാലും ഒരു 3 hour എടുക്കും. നമ്മളൊരു 3 hour എത്തിയായിരുന്നു. അവിടെ തന്നെ ആ പയ്യന്മാരെ തന്നെ നടന്ന് ഓടുന്ന കണ്ടില്ലേ, അതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. അവരും ലിറ്ററലി എൻജോയ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആവും. നമ്മളെല്ലാം കയറി പോകാൻ തോന്നും. കാരണം നമുക്ക് യൂഷ്വലി ആ പെമ്പിളർ തന്നെ കയറി അതിൻ്റെ മണ്ടയിൽ നിൽക്കുന്നത് കണ്ടില്ല. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. പിന്നെ ഭയങ്കര ഡേഞ്ചറൊന്നും അല്ല, എന്നാലും അതിൻ്റെ മണ്ടയിൽ അത്രയും ഹൈറ്റിലേക്ക് കയറുമ്പോൾ അത്രയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു പേടിയുമില്ല. കാരണം എല്ലാവരും എക്സൈറ്റഡ് ആണ്, എല്ലാവരും ത്രിൽഡാണ്. നമ്മൾ ഇത്രയും വലിയൊരു മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. ഒരു 6 മാസത്തിൽ ഒരിക്കയോ അല്ലെങ്കിൽ വർഷത്തിൽ 1, 2, 3 തവണയോ നമ്മളിങ്ങനെ വലിയ രീതിയിൽ ട്രിപ്പ് പോകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് കിട്ടുള്ളൂ. സോ ആ മൊമെൻറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ പേടിയൊക്കെ മറന്ന് നമ്മൾ എക്സൈറ്റ്മെൻറ്റിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണല്ലോ ലൈഫിലും വേണ്ടത്. നമ്മളെപ്പോഴും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ നിലകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവ്സ് നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. കാരണം ഒരുപാട് നെഗറ്റീവ് പീപ്പിൾ നമ്മളെ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മളെക്കുറിച്ച് ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും, നമ്മൾ ഡൗൺ ചെയ്യാൻ നോക്കുമ്പോഴും നമ്മൾ ഇതേപോലത്തെ ഒരു ട്രിപ്പ് വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് ട്രിപ്പ് പോകാനും എല്ലാം ശ്രമിക്കുക. അവരെല്ലാം പറയുന്നവർ പറയും, പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകും. എന്തായാലും നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി നമ്മൾ എത്തിയിട്ടിരിക്കുകയാണ്, നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഉണ്ട്, ബസ് തിരിച്ചു പോകണം. നമുക്ക് 2-3 മണിക്കൂർ എടുക്കും. ബസ്സിൽ യാത്ര ഉള്ളതാണ്. സോ അതുകൊണ്ട് നമ്മൾ താഴോട്ട് പിന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. സോ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് വിശ്രമിക്കാൻ അവിടെ കുറച്ച് ഇതേപോലത്തെ സീനറീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനും അതിനുമൊക്കെ വരയാടിൻ്റെയും ഇതിൻ്റെയൊക്കെ കുറച്ചൊക്കെ സീനറീസ് അവിടെ നല്ല രീതിയിലാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിലൊരു ടൂറിസത്തിന് വേണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ പക്കയായിട്ട് വേസ്റ്റൊക്കെ ഇടാനുള്ള ബോക്സും എല്ലാം വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. ഒരു എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. നല്ല നാച്ചുറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു കാഴ്ചകൾ തന്നെ എന്ത് രസമല്ലേ. വരയാടിൻ്റെ കുട്ടിയും കാണാനൊക്കെ എന്ത് രസമല്ലേ. സോ നല്ല രീതിയിലാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഒട്ടും പറയാനില്ല. പിന്നെ ഇവിടെ ഒരു 3D തിയേറ്ററും ഉണ്ട് കേട്ടോ. അത് നമുക്ക് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സോ അതിന് 15 മിനിറ്റുള്ള ഒരു ഷോ ഉണ്ട് അതിൻ്റെ അത്. സോ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഇത് ചെയ്യാൻ കേട്ടോ. നമ്മളതിന് നിന്നില്ല. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അത് നല്ല ഫുഡായിരുന്നു കേട്ടോ. അവർ പഴംപൊരി, കപ്പ, കട്ടൻ ചായ ഇതൊക്കെ കിട്ടും കേട്ടോ. നല്ല വയസ്സായ ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതൊക്കെ കഴിച്ചായിരുന്നു. സോ ഇതാണ് ഗൈസ് പൊന്മുടി. ഇതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ ഫ്രം പൊന്മുടി.